സഹൃദയരെ കലാസ്നേഹികളെ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് റാൻഡമായിട്ടൊന്നൊരു തോട്ടാണ് നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നെപ്പോട്ടിസം എന്ന് പറയുന്ന സാധനം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഉണ്ടല്ലോ, അത് നല്ലതാണോ ചീത്തയാണോ എന്നല്ല എൻ്റെ ഡിസ്കഷൻ, അതല്ല എനിക്ക് വന്ന ചിന്തയും. ഞാൻ ആലോചിക്കുന്നത് ബെസ്റ്റ് നെപ്പോ കിഡ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക്, ഞാൻ മെയിൽ ആക്ടേഴ്സിനെ മാത്രം എടുക്കാം. ഫീമെയിൽ ആക്ടേഴ്സും ഉണ്ട് ഒരുപാട്, നെപ്പോട്ടിസത്തിലൂടെ കയറി വന്ന നെപ്പോ കിഡ്സ് ഒരുപാട് പേരുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ നല്ലൊരു നെപ്പോ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. പല അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്, എന്നാൽ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ബെസ്റ്റ് നെപ്പോ കിഡ് എന്ന് നമ്മളിപ്പം നെപ്പോട്ടിസത്തിൽ വന്നതായാലും ഏറ്റവും ബെസ്റ്റ് ആൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കുള്ളവരുടെയും പ്രധാന അഭിപ്രായം, അതായത് ഏറ്റവും മെയിൻ അഭിപ്രായം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലായിരിക്കാം. ഫഹദ് ഫാസിൽ ആവാനാണ് സാധ്യത കൂടുതൽ. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ റീച്ചുള്ള ആക്ടർ. പിന്നെ ദുൽഖറിനെ പറയാം, ദുൽഖറും പാൻ ഇന്ത്യൻ റീച്ചുള്ള ആക്ടറാണ്. പൃഥ്വിരാജിനെ പറയാം, പൃഥ്വിരാജും പാൻ ഇന്ത്യൻ റീച്ചുള്ള ആക്ടറാണ്. അപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ചുള്ള നെപ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ മൂന്നുപേരും തന്നെ ആയിരിക്കണം. അതല്ലാതെ വേറൊരാളുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ആക്ടിംഗ് വൈസ് ഇവർ, പൃഥ്വിരാജ് ഒരു ആക്ടർ മാത്രമല്ല, പുള്ളി ഒരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, പുള്ളി ഡിസ്ട്രിബ്യൂട്ടറാണ്, പുള്ളി ഒരുപാട് റോൾ ചെയ്യുന്ന ആളാണ്. ദുൽഖറിനും പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ട്, ഫഹദിനും ഉണ്ടാവണം. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു ലെവൽ ഇവർ മൂന്നുപേർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഒരു പടി മോളിലാണ്. ആക്ടിംഗ് വൈസ് അല്ല കേട്ടോ, ആക്ടിംഗ് വൈസ് അല്ലാത്ത രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ഒരു പടി മോളിലാണ് നെപ്പോ ആയിട്ടുള്ളതിൽ. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നെപ്പോ കിഡ് ഉണ്ട്. നമ്മളങ്ങനെ പുള്ളി അണ്ടർ റേറ്റഡ് വെച്ചാൽ അത്ര അണ്ടർ റേറ്റഡും അല്ല, എന്നാൽ അണ്ടർ റേറ്റഡും ആണ്. അതിലൊരാൾ നമ്മുടെ ശ്രീനിവാസന്റെ മകനാണ്. ധ്യാൻ ശ്രീനിവാസൻ അല്ല, ധ്യാൻ ശ്രീനിവാസന്റെ ചേട്ടൻ. ധ്യാനും ഒരു നെപ്പോയാണ്, അത് ഞാൻ പറയാം. പക്ഷേ ധ്യാനിന്റെ ചേട്ടൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പുള്ളി ശ്രീനിവാസന്റെ കണക്ക് ഒരു ഫുൾ പാക്കേജാണ്. എന്താണ് ചെയ്യാത്തത്? പുള്ളി കഥ എഴുതും, പാട്ട് പാടും, ഡയറക്ഷൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും അയാൾ മൾട്ടിപ്പിൾ ടാലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അഭിനയം അയാളുടെ ഫസ്റ്റ് സിനിമ, ഇപ്പോൾ സൈക്കിൾ മുതലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ അത്ര നല്ല അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അയാൾ ഭയങ്കര സിഗ്നിഫിക്കൻ്റ്ലി അയാൾ ഇമ്പ്രൂവ് ആയി, അയാൾ വെറൈറ്റി സിനിമകളൊക്കെ ചെയ്തു വന്നെങ്കിൽ ഭയങ്കര സെറ്റായ ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിമൈസ് അല്ല, പക്ഷേ ഒരു നെപ്പോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ വേറൊരു നെപ്പോ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ ആക്ച്വലി ഒരു നെപ്പോ ആണ്. പക്ഷെ പുള്ളി ഒരിക്കലും ഒരു മെയിൻ സ്ട്രീം നടനായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടറായിട്ടോ മാറിയതായിട്ട് എനിക്കറിയില്ല. പുള്ളി എപ്പോഴും ഒരു ലെവലിൽ അങ്ങനെ നിന്ന് പോകുന്ന ആക്ടറാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകളിലൊക്കെ കുഞ്ചാക്കോ ബോബൻ ഭയങ്കര ആക്ടിങ് വൈസ് കാഴ്ച വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു തരത്തിലൊരു അണ്ടർ റേറ്റഡ് നെപ്പോ അല്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നെപ്പോയിൻസിലൊക്കെ ഒരു ഓൾഡ് ടൈം ആക്ടറാണ്. നമ്മളെപ്പോഴും ഇന്ദ്രജിത്തിനെ പറയും, ഇന്ദ്രജിത്ത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്, ഇന്ദ്രജിത്തിന് ആരും അങ്ങനെ വേണ്ട വിധം ഉപയോഗിക്കാത്ത സ്റ്റാർ ആണെന്നൊക്കെ പറയും. ശരിയാണ്, പുള്ളി അത്രയും അങ്ങനത്തെ നല്ല റോൾസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഭയങ്കര ലെവലായി വന്നേനെ. അതിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോഴും ഉപയോഗിച്ചാൽ സെറ്റ് ആവുന്നവരാണ്. എല്ലാ സംഭവങ്ങളും വഴങ്ങുകയും ചെയ്യും. ഹീറോയിസം വഴങ്ങും, കോമഡി വഴങ്ങും, ഇമോഷണൽ സീനുകൾ വരയ്ക്കും, ഇതെല്ലാം അയാൾക്ക് വഴങ്ങുകയും ചെയ്യും. ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% പേരുടെ അഭിപ്രായം ഇന്ദ്രജിത്തിനാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയിൽ. നല്ലൊരു ആക്ടർ ഇന്ദ്രജിത്ത് തന്നെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ കുഞ്ചാക്കോവനെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ദ്രജിത്താണോ കുഞ്ചാക്കോവനാണോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഇന്ദ്രജിത്ത് തന്നെയാണ് നല്ലൊരു ആക്ടർ. പക്ഷേ കുഞ്ചാക്കോവൻ ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ള ആളാണെങ്കിൽ പുള്ളി അധികം അങ്ങനെ ആരും ചാടമോ അല്ലെങ്കിൽ ഒരു സാധനമോ കൊടുത്ത് അങ്ങനെ സ്വാഗ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പുള്ളി നല്ല സ്വാഗ് ഉണ്ട്. ഈ സ്റ്റാർഡം കിട്ടുന്നതിൻ്റെ ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സ്വാഗാണ്. സ്വാഗ് ഇല്ലാത്തൊരു ആക്ടറൊന്നും അല്ല കുഞ്ചാക്കോവൻ. കുഞ്ചാക്കോവൻ്റെ റീസെന്റ് ഇറങ്ങി ഇപ്പം ബൊഗെയിൻ വില്ലയ്ക്കകത്ത് നിങ്ങൾ അയാൾ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്ത് സ്വാഗാണ് പുള്ളിക്ക്. നല്ല സ്വാഗ് ഉള്ള നടൻ തന്നെയാണ്. സൈസ് ഒന്നും കൊണ്ടുള്ള ഒരുപാട് ഹൈറ്റോ ഇതൊന്നും ഉള്ള ഒരാളൊന്നുമില്ല. പക്ഷേ അയാൾ ചെയ്തേക്കുന്ന സാധനം, അതിനകത്തുള്ള ഫൈറ്റ് സീനൊക്കെ, ബൊഗെയിൻ വില്ലയുള്ള ഫൈറ്റ് സീനൊക്കെ ഭയങ്കര രസമാണ്. അത് ഒരു പാട്ട് ഡയറക്ടറിന്റെ കഴിവ് തന്നെയാണ്. പക്ഷെങ്കിൽ പോലും പുള്ളിക്ക് അതെല്ലാം പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു ആക്ടറുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആക്ടറാണ് ഷമ്മി തിലകൻ. ഷമ്മി തിലകൻ ആസ് എൻ ആക്ടർ അയാൾ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നെപ്പോയാണ്, കൂടുതലും ശബ്ദം വെച്ചിട്ടാണ്. അയാൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അയാളുടെ പിന്നാമ്പുറത്തുള്ള പരിപാടിയൊക്കെയാണ് അയാളുടെ മെയിൻ സാധനങ്ങൾ. പക്ഷേ പണ്ട് മുതലേ ഉള്ള ആക്ടറാണെങ്കിലും പുള്ളി ഒരു മെയിൻ സ്ട്രീമിൽ പല സാധനങ്ങളിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി അയാളൊരു ഭയങ്കര കിടിലൻ ആക്ടറാണ്. തിലകനെ പോലെ തന്നെ ഒരു സൂപ്പർ ആക്ടർ. പക്ഷേ അയാളും ആ ലെവലിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഇത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുള്ളിനെ കൊണ്ടുവന്ന് അങ്ങനത്തെ റോളെല്ലാം കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ കിട്ടാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള, അയാൾ കോമഡി വഴങ്ങുമെന്ന് പറഞ്ഞ് അയാൾ തെളിയിച്ചിട്ടുണ്ട്. ഊക്കന്റെ കഥാപാത്രം ചെയ്തപ്പോൾ അയാൾ കോമഡി വഴങ്ങുമെന്ന് അയാൾ തെളിയിച്ചിട്ടുണ്ട്. അയാൾ നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് അധികം അങ്ങനെ യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കൂടുതലും മെയിൻ സ്ട്രീമിലുള്ള ഇപ്പോൾ നിലവിലുള്ള വലിയ ആക്ടേഴ്സിനെയാണ്, വലിയ മീൻസ് ലൈക്ക് യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് കൂടുതൽ നെപ്പോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി ഓടി വരുന്നത്. പക്ഷേ ഇതുപോലത്തെ കുറച്ച് അണ്ടർ റേറ്റഡ് ജെംസ് അവിടെ ഇവിടെ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ സായ്കുമാർ ആക്ച്വലി ഒരു നെപ്പോട്. സായ്കുമാറിനെ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, സായ്കുമാർ കിട്ടില്ല ആക്ടറാണ്. പുള്ളിയുടെ പ്രൈം ടൈമിൽ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ സെറ്റാണ്. പക്ഷേ പുള്ളി അങ്ങനെ പ്രേസ് ചെയ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് എടുത്ത് പറയുന്നതോട്ട് ഞാൻ എവിടെയും കണ്ടില്ല. മേ ബി അതെനിക്ക് തോന്നുന്നു അയാളുടെ ഈറയിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കിടിലും ലെജൻസ് ആയതുകൊണ്ടായിരിക്കും. സായ്കുമാറിന്റെയും പറയുന്ന ഷമ്മി തിലകന്റെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ, ഇവരൊക്കെ നെപ്പോയാണ്. ഇവരൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സും ആണ്. പക്ഷേ ഇവരെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അഭിനയിച്ചിരുന്ന ആൾക്കാർ എല്ലാവരും അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപാടിയോ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ ഇത്രയും അങ്ങ് ആ സമയത്തൊക്കെ അങ്ങനെ ഒരു ഇതില്ലാതെ പോയത്. നമ്മൾ വിജയരാഘവന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇടി പൊട്ട് സുരേഷ് ഗോപിയൊക്കെ പോലെ കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് അവരെ പ്രൈം ടൈമിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. അവരൊക്കെ അതിന് ശേഷം വന്നു. ഇപ്പോഴാണ് വിജയരാഘവൻ വീണ്ടും കുറച്ച് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തത്. ഞാൻ എപ്പോഴും മനസ്സിൽ ഇപ്പോൾ ഓർക്കാറുള്ള
അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ചെയ്തതിൽ ഓർക്കാനുള്ള കഥാപാത്രം നമ്മുടെ ഓറഞ്ച് മറിയൻ ജോസിനകത്തുള്ള ആ കഥാപാത്രം, പ്രായമുള്ള കഥാപാത്രം എനിക്ക് ഇപ്പോഴും ഓർത്ത് വയ്ക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ആ ഒരു കഥാപാത്രം. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ ആയിരിക്കണം. കാരണം പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ദുൽഖർ അല്ലെങ്കിൽ പൃഥ്വിരാജ് പക്ഷേ ആക്ടർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി 2 സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂയിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദുൽഖർ അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ദുൽഖർ ആയിരിക്കണം ഒരു പക്ഷേ കൂടുതൽ നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരാത്ത 1-2 പേരുണ്ട്. ഇവർ ഞാൻ ശ്രദ്ധിക്കാറുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒന്ന് ബിനു പപ്പു കീഴിലെ ആക്ടറാണ്. പുള്ളി ഇനിയും സെറ്റായിട്ട് കയറി വരും. പുള്ളിക്ക് ഒരുപാട് സാധനങ്ങൾ പുൾ ഓഫ് ചെയ്യാനുള്ള കഴിവുണ്ട്. നല്ലൊരു ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. പുള്ളി ഇനി അങ്ങോട്ടും പോകും തോറും മേ ബി നല്ല കഥാപാത്രങ്ങൾ കിട്ടി നല്ല രീതിയിൽ ലെവലിൽ കയറി വരാൻ പറ്റുന്ന ഒരാളാണ് ബിനു പപ്പു. അതൊരു നെപ്പോയാണ്. പിന്നെ നിലവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന നെപ്പോ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അർജുൻ അശോകനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിലവിൽ ഏറ്റവും മലയാളത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന. പാൻ ഇന്ത്യൻ റീച്ച് ഒന്നും പുള്ളിക്കില്ല, മേ ബി ഉണ്ടാവാം. പുള്ളി തുടക്കം ചെറിയ റോളുകൾ കയറി വന്ന് ഇപ്പൊ ചെയ്യുന്ന സിനിമകളൊക്കെ കിടിലൻ സിനിമകളാണ്. ലാസ്റ്റ് ചത്തപ്പച്ച നിങ്ങൾ അതിനകത്ത് പുള്ളിയുടെ കഥാപാത്രമൊക്കെ നല്ല എല്ലാ സാധനവും ചെയ്യാൻ പറ്റും. ഇപ്പൊ നെപ്പോ ആണെങ്കിലും നല്ല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നെപ്പോട്ടിസം യൂസ് ചെയ്തിട്ട് ഒരു വിധത്തിൽ നന്നാവാത്ത കുറെ പേരുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഉദാഹരണമാണ് മാധവ് സുരേഷ്. പുള്ളി 2-3 സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നെപ്പോ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ എടുത്ത ആളാണ്. അല്ലെങ്കിൽ സിനിമയുടെ പരിസരത്ത് ചോറ് കൊണ്ട് കൊടുക്കാൻ പോലും ആരും അടുപ്പിക്കാത്ത ലെവലിലെ അഭിനയമാണ് മാധവ് സുരേഷ് കാണിക്കുന്നത്. മാധവ് സുരേഷിന് ചാൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ പോയി അഭിനയം പഠിക്കാം. ഇപ്പോൾ ഫാദൊക്കെ ഫസ്റ്റ് സിനിമയിൽ വന്നപ്പോഴത്തേക്ക് വളരെ മോശമായിട്ടാണ്. പക്ഷേ പിന്നീട് പോയി അയാൾ ഇമ്പ്രൂവ് ആയി തെളിഞ്ഞ് തിരിച്ചു വന്നു. അതുപോലെ മാധവൻ ഇനി അഭിനയം പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെല്ലാം ചെയ്യാം. അയാൾ ഇത് തന്നെയാണ് കരിയറായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ മൊണ്ണ സിനിമകൾ വീണ്ടും പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും അയാളെ തരം താഴ്ത്തി കളയും. ഒരു നെഗറ്റിവിറ്റി ഒരുപാട് അങ്ങ് കയറി കഴിഞ്ഞാൽ അയാൾക്കും കോൺഫിഡൻസ് ലെവൽ കുറയും. കാരണം നമ്മളെന്ന് പറഞ്ഞാലും മനുഷ്യരല്ലേ. അപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ കുറേ ധൈര്യമൊക്കെ പൊതു സമൂഹത്തിൽ വന്ന് കാണിക്കുമെങ്കിലും ഉള്ളിൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഇടിയും. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഗോകുൽ സുരേഷ് ആക്ച്വലി ഒരു ആവറേജ് ആക്ടറാണ്. പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എല്ലാ സിനിമകളും ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് പോകുന്നതോറും ഇമ്പ്രൂവ് ആവും. നല്ല സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ലെവലാവുകയും ചെയ്യും. അതുപോലെ കാളിദാസ് ജയറാം മലയാളത്തിൽ മൊണ്ണ സിനിമകളാണ് മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി തമിഴിലൊക്കെ പോകുന്നുണ്ട്. സിനിമകളിലൂടെ പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്. കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് വരാൻ പറ്റും. വിക്രം സിനിമയിലൊക്കെ ആ ഒരു കഥാപാത്രമൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുള്ള. അതുകൊണ്ട് മലയാളത്തിൽ ഒരു മോശം പ്രകടനം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഓർത്ത് വെക്കാത്ത നമ്മൾ എടുത്തു വെക്കാത്ത ആലോചിക്കാത്ത ഒരു ആക്ടർ ആണെങ്കിലും സ്കില്ലുള്ള ഒരാളാണ്. അത് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലോട്ട് വരാൻ പറ്റുന്നതാണ്. നിലവിൽ ഇപ്പം നമുക്ക് ഇവരെയൊന്നും എവിടെയും അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു നല്ലൊരു ആക്ടറായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പിന്നെ എപ്പോഴും നമ്മൾ എടുത്തു പറയാനുള്ള ആക്ടറാണ്. ആവശ്യമില്ലെങ്കിലും അവന് താല്പര്യമില്ലെങ്കിലും അവരെ വലിച്ചു കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിക്കുന്ന ഒരു നടനുണ്ട് ഇവിടെ. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യത്തെ സിനിമകളൊക്കെ വളരെ മോശം പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഡീസർ ഇറങ്ങിയപ്പോഴത്തേക്കും സിഗ്നിഫിക്കലി നമുക്ക് വിസിബിളി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആക്ടിങ് സ്കില്ലൊക്കെ. പക്ഷേ പുള്ളി ഒരുപാട് PR വർക്ക് കിട്ടുന്ന ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ മോനാണ്. അപ്പോൾ പിന്നെ ആ ഒരു പ്രിവിലേജ് ഉണ്ട്. കിങ്ങിന്റെ മോനാകുമ്പോൾ ഉറപ്പായിട്ട് പ്രിവിലേജ് കിട്ടുമല്ലോ. ദുൽഖറിന് പ്രിവിലേജ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പുള്ളിയും ഈ പ്രിവിലേജ് ഒക്കെ എടുത്ത് തന്നെ ആയിരിക്കണം വന്നത്. പക്ഷേ പിന്നീട് ദുൽഖറിന്റെ ഫസ്റ്റ് സിനിമയിൽ അത്രയും വലിയ അഭിനയമൊന്നും അല്ല. പക്ഷേ പിന്നീട് പോയപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അതേപോലെ പ്രണവും ഇമ്പ്രൂവ് ആയി വരും. പക്ഷേ പലപ്പോഴും എനിക്ക് പറയുന്നത് അവനൊന്നും താല്പര്യമില്ല. അവൻ ഇങ്ങനെ അഭിനയിക്കാൻ നടക്കുകയില്ല. അവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി മാത്രം അഭിനയിക്കാൻ വരും. ഈ കറങ്ങി നടക്കാനും ഇതിനൊക്കെ പറ്റുന്നതിന് ആക്ച്വലി അവർക്ക് ഒരു അങ്ങനത്തെ ഒരു ഫാമിലി സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ്. സാധാരണ ഒരാൾക്ക് അത് പറ്റില്ലല്ലോ അഭിനയിക്കാൻ വേണ്ടി. ആ ഒരു കഴിവ് അത് മോശമായിട്ട് ഞാൻ പറഞ്ഞില്ല. ലൈഫ് എൻജോയ് ചെയ്യുന്നതും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. പക്ഷേ ആക്ടിങ് വൈസ് നെപ്പോ എന്ന രീതിയിൽ പുള്ളി എങ്ങും എത്തിയിട്ടില്ല. ഇനി ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 നെപ്പോകൾ തമ്മിൽ അഭിനയിച്ച മൂന്നാമതൊരു നെപ്പോ ഡയറക്ടറും പ്രൊഡ്യൂസും ചെയ്തൊരു സാധനം ഞാൻ പോകും ആ പാട്ടൊക്കെ ഉള്ളൊരു സാധനമില്ലേ നമ്മുടെ ആ സിനിമയ്ക്കകത്ത്. ധ്യാനും നെപ്പോ പ്രണവും നെപ്പോ 2 എണ്ണം ഒരേ കണക്ക് തന്നെ വലിയ രീതിയിൽ അതിനകത്ത് ഒരു വയസ്സായ ഒരു കഥാപാത്രം അതിനകത്ത് ചെയ്ത് താടിയിൽ പൗഡർ ഇട്ട് വെച്ചേക്കുന്നത്. പൗഡർ ഇട്ട് കോതി വെച്ചാൽ അതിന് വയസ്സാവും. അതേ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന വയസ്സ്. ആ സിനിമയെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സിനിമയാണ്. ഒരു മൊണ്ണ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ ആക്ച്വലി ഇതുപോലെ തന്നെയാണ്. അതിന് ഒരു പക്ഷേ ധ്യാനിൻ്റെ അഭിനയത്തിൽ എനിക്ക് ഒരു സമയത്ത് പോലും മോശം ഒരു അഭിനയം പ്രകടനം എവിടെയെങ്കിലും കാഴ്ചവെച്ചാൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ആക്ടറാണ്. പുള്ളിയുടെ അഭിനയത്തിൽ നമുക്ക് കളിയാക്കാൻ വേണ്ടി ഒരു സാധനം എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമോഷണൽ സീനുകൾ ചിലത് കാണിക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെപ്പോട്ടിസം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ട് വന്നാൽ നെപ്പോട്ടിസം കൊണ്ട് മാത്രം കയറി വന്നൊരു ആക്ടർ തന്നെയാണ് ധ്യാനിൻ്റെ ബാക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല. നെപ്പോട്ടിസം തന്നെയാണ് ആ പേര് ഉപയോഗിച്ച് തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ മണിയമ്പുള്ള രാജുവിൻ്റെ മകൻ വന്നിട്ടുണ്ട് മസ്തിഷ്ക മരണത്തിനകത്ത്. പുള്ളിയുടെ ഒരു തരത്തിൽ ഓക്കെ ആയിട്ടുള്ള അഭിനയശൈലിയാണ്. ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. ബട്ട് എന്നാലും മാധവ് സുരേഷിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. അഭിനയിക്കാൻ കഴിവുണ്ട്, അഭിനയിക്കാൻ അറിയാം. അത് നല്ല നല്ല റോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ കയറി വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആക്ടേഴ്സ്. അതിൽ ഏറ്റവും
ബെസ്റ്റ് നെപ്പോ അല്ലെങ്കിൽ നെപ്പോട്ടിസത്തിൻ്റെ ഒരു മുതലായിട്ട് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാൻ, ഓഫ് കോഴ്സ് ഫഹദ് ഫാസിൽ, പിന്നെ ഓഫ് കോഴ്സ് ഇന്ദ്രജിത്തൊക്കെ നല്ല ആക്ടറാണ്, പൃഥ്വിരാജ്, പിന്നെ നമ്മുടെ ലെജൻഡറി ആയിട്ട് ആക്ടേഴ്സ് അവരെ ഞാൻ എടുത്ത് പറയുന്നതിൽ അറിയായിരിക്കും. ബട്ട് ഇവരെ ഈ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നതിൽ ഇവരൊക്കെയാണ്. കുഞ്ചാക്കോ ബോബൻ, ഇതൊക്കെ നെപ്പോ ആണെങ്കിൽ ഇവരൊക്കെ നമുക്ക് നല്ലത് തന്നിട്ടുള്ളതാണ്. അതായത് നെപ്പോ ആണെങ്കിൽ പോലും ആസ് ആൻ ഓഡിയൻസിലെ പ്രേക്ഷകർക്ക് നല്ലത് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നെപ്പോ കിഡ് ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും റീച്ചുള്ള ഏറ്റവും ബെസ്റ്റ് നെപ്പോ ആരാണെന്നുള്ളൊരു അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ആരാണെന്ന്. അപ്പോൾ എനിക്കൊരു സന്തോഷം ആരായിരിക്കും എന്ന് നിങ്ങളുടെയൊക്കെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കും ഓരോ മനസ്സിൽ ഓരോ ഇതായിരിക്കുമല്ലോ. നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും വേസ്റ്റും പറ്റുമെങ്കിൽ ഏറ്റവും മോശം ആരാണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നമുക്ക് അടുത്ത നല്ലൊരു റോസ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.